ഫിലിപ്പ് മമ്പാടുമായി ബന്ധപ്പെട്ട പീഡന വിവാദമാണ് ഇപ്പൊ നാട്ടിലെ ഏറ്റവും വലിയൊരു ചർച്ചയുള്ളത്. ഈ ഫിലിപ്പ് മമ്പാടിനോടുള്ള ദേഷ്യത്തേക്കാൾ കൂടുതൽ ആളുകളെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളോടാണ്. അവര് പല രൂപത്തിൽ അവരെ ഇടിച്ചു കൊല്ലണം, അവരെ ആദ്യം ജയിലിലടക്കണം, മാതാപിതാക്കളുടെ അശ്രദ്ധ അല്ലെങ്കിൽ മാതാപിതാക്കളെ അങ്ങേയറ്റം തെറി വിളിക്കുന്നവരും ദേഷ്യപ്പെടുന്നവരും വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവരും ഒക്കെ ഉണ്ട്. സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുന്ന ഈ ഒരു വിഷയത്തിൽ തന്നെ ഒട്ടുമിക്ക പീഡന കേസുകളിൽ നമുക്കൊക്കെ പലർക്കും തോന്നും ഇത് മാതാപിതാക്കളെ ഒരാൾക്കാണ്ട് തളികയിൽ നീട്ടിക്കൊടുത്തതാ എന്ന് തോന്നിപ്പോകും. സ്വാഭാവികമാണ്. ഈ ഒരു വിഷയത്തിലും ഫിലിപ്പ് മമ്പാടിന്റെ വിഷയത്തിലും കേസ് ഉള്ളതാണെങ്കിൽ കേട്ടിടത്തോളം അതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ തോന്നും മാതാപിതാക്കൾ നല്ല ഇറച്ചി വരട്ടിയതും ബീഫും ഒരു ആളെ വിളിച്ച് വരുത്തി അയാൾക്ക് കൊടുത്തു, അയാൾ അത് കഴിച്ചു, അതിനപ്പുറം ഒന്നുമില്ലാന്ന് തോന്നിപ്പോകുന്ന രൂപത്തില് ആണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാക്കുക. കൗൺസിലിങ്ങിന് പറഞ്ഞ ഈ കൗൺസിലിംഗ് പറഞ്ഞാൽ തന്നെ അതിലും വലിയൊരു വിഡ്ഢിത്തം ഈ ലോകത്ത് വരാനില്ല. എന്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു വെച്ചാല് ഇന്ത്യക്ക് കാഴ്ചപ്പാടിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വൈകല്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാളടുത്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ കുട്ടിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കൗൺസിലർമാർ എന്ന് പറഞ്ഞാല് എന്റെ ഒരു അറിവനുസരിച്ച് കുറച്ചൊക്കെ ഈ മാനസിക വൈകല്യമുള്ള ആളുകൾ തന്നെയായിരിക്കും കൗൺസിലർമാര്. അവർക്ക് ഈ കൗൺസിൽ ചെയ്ത് ഏകദേശം ഇത്തരത്തിലുള്ളൊരു വൈകൃതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഈ നാട്ടില് എല്ലാവർക്കും അറിയണം നന്മമരങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുകളെ തനി സ്വഭാവം. പിന്നെ ഈ പറഞ്ഞ ഫിലിപ്പ് മമ്പാടിനെ അമിതമായിട്ട് കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാല് അയാളെ വശീകരിക്കുന്ന രൂപത്തിൽ ഒരു പ്രവർത്തിയിലേക്ക് ഈ മാതാപിതാക്കൾ തള്ളിയിട്ടു എന്ന് തോന്നിയാൽ ഒരു തെറ്റില്ല. കാരണം ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടിനെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാറുമ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ മറ്റേ രാജസിദ്ധന്മാരും അല്ലെങ്കിൽ തങ്ങന്മാര് മൂലന്മാര് സ്വാമിമാര് അങ്ങനെ പീഡനം ഇങ്ങനെ പീഡനം ഇതിലൊക്കെ പിന്നില് കാണാൻ ഒരാളെ റൂമിലേക്ക് വിളിച്ചു എന്നിട്ട് അങ്ങനായി ഇങ്ങനായി അവരെ പുറത്തു നിർത്തി സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് അങ്ങനെയായിരുന്നു. ഒക്കത്തിന് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു നോക്കുമ്പോൾ ഇതിന് എന്താണ് കൂട്ടിക്കൊടുപ്പ് എന്ന് തന്നെ പറയാൻ തോന്നിപ്പോകും. പക്ഷെ അതിന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ തോന്നിപ്പോകുന്ന പറയാൻ പറ്റുള്ളൂ. ആണെന്ന് പറഞ്ഞാല് പിന്നെ അത് നിയമപരമായിട്ട് പ്രശ്നവും കേസവും കട്ടക്കാലാവും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ലോക പടുബുദ്ധികളാണ് നമ്മളെ നാട്ടിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും പല സംഭവങ്ങൾക്കും കൊണ്ടും മനസ്സിലാക്കുന്ന കാര്യമാണ് പടുബുദ്ധികള്. ആ അഭിപ്രായമുള്ള ആൾക്കാര് കമന്റ് ചെയ്യുക. പല പീഡനങ്ങൾക്ക് പിന്നിലും ഒന്നാം പ്രതി മാതാപിതാക്കളാണ്. ഒരു അന്തും കുന്തും ഇല്ലാതെ അതേമാതിരി ചിലപ്പോ എന്താ പറയാ വിരുന്ന് പോകുമ്പോ അയൽവാസിന്റെ വീട്ടില് ആക്കി പോയതായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലൊരാൾ സ്കൂളിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടത്, ഇങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടത്. ഒരുപാട് വാർത്തകളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. ഏത് പീഡനത്തിന് അടിസ്ഥാനമെങ്കിലും ആ കുട്ടികളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാള് അതിന് അടിസ്ഥാനപരമായിട്ടൊരു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏതും അറിയും ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഒരു നല്ലൊരു സമ്മാനം മാതാപിതാക്കളെ ആളുകളെ കുറ്റം പറഞ്ഞതില് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ മാതാപിതാക്കളെ തന്നെയാണ് ഇതിനൊരു ഏതുണ്ടാക്കി കൊടുക്കേണ്ടത്. ഒരുപാട് സംഭവങ്ങൾ ഏത് സംഭവങ്ങൾ ഇതാക്കിയാലും അതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട. അതേമാതിരി അധ്യാപകരോടൊപ്പം എങ്ങനെ ഇതിന് പറഞ്ഞയച്ചു, ശാസ്ത്രമേളക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയച്ചു, വണ്ടിയിൽ കയറ്റി എങ്ങനെ പറഞ്ഞയച്ചു, അധ്യാപകരുടെ വിശ്വാസം, അറ്റവർക്കുള്ള വിശ്വാസം, ഉസ്താദിനുള്ള വിശ്വാസം, അങ്ങനൊക്കെ അത് എണ്ണിയാൽ ഒതുങ്ങിയത്. അതായത് എന്റെ ഒരു അഭിപ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റിലേക്ക് ഷെയർ ചെയ്യാം.